ഹലോ ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരാഴ്ചയിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നല്ല അടിപൊളി ഒരു എപ്പിസോഡുകളാണ് അടുത്ത ആഴ്ചയിൽ വരാൻ പോകുന്നത്. നമ്മുടെ വേദയും വിക്രവും കൂടി ഒന്നാവുന്ന നിമിഷങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അവരുടെ ആദ്യ രാത്രിയും എല്ലാം മുത്തശ്ശി അടിപൊളിയായിട്ട് തന്നെ ആഘോഷിക്കുകയാണ്. ആ വിശേഷങ്ങളിലേക്ക് നമ്മൾ പോവാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ തറവാട്ടിലേക്ക് പോകാൻ എല്ലാവരും റെഡിയായിട്ട് ഇറങ്ങുകയാണ്. ആ സമയത്താണ് കേട്ടോ വേദയുടെ മുത്തശ്ശി വരുന്നത്. അങ്ങനെ വേദയുടെ മുത്തശ്ശിയെ കാണുമ്പോഴേക്കും ഉടനെ തന്നെ അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, വേദയുടെ മുത്തശ്ശിയല്ലേ, എന്താ അച്ഛനും അമ്മയൊന്നും വരാതിരുന്നത്? അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അത് കുറച്ച് സമയം കൂടി എടുക്കും എല്ലാം ശരിയാവാനായിട്ട്, പെട്ടെന്ന് അതുകൊണ്ടാണ് ശങ്കരനാരായണനൊന്നും വരാതിരുന്നതെന്ന് പറയുക. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, പെട്ടെന്നോ? കുട്ടികൾ വർഷങ്ങളായിട്ട് പ്രേമമല്ലേ, പിന്നെ വിവാഹം നടന്നിട്ട് കുറച്ചേ ആയെന്നേ ഉള്ളൂ, പക്ഷേ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം അതിനു മുമ്പേ ഇല്ലേ എന്ന് ചോദിക്കുമ്പം വേദയുടെ മുത്തശ്ശി അന്തം വിട്ടു പോവുക. വേദയുടെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്താ ഈ പറയുന്നത്? എങ്ങനെയാ ഇവരുടെ വിവാഹം നടന്നതെന്നൊക്കെ അച്ഛമ്മയ്ക്ക് അറിയില്ലേ? അമ്പലത്തിൽ വച്ചിട്ട് ബലമായിട്ട് വേദയെ വിവാഹം കഴിക്കുകയായിരുന്നു വിക്രം. അതൊന്നും അംഗീകരിക്കാനായിട്ട് ശങ്കരനാരായണനൊന്നും സാധിച്ചിട്ടില്ല. വേദയാണെങ്കിൽ ആ നിമിഷം തന്നെ ഇവൻ്റെ കൂടെ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. ഇവിടെ സുധാകര മാഷും അതൊന്നും അംഗീകരിച്ചിട്ടില്ല. പിന്നെയും കുട്ടികൾ ഒന്നായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇപ്പോഴും വിക്രവും വേദയും തമ്മിൽ അകൽച്ചയുണ്ട്. വേദയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാൻ വിക്രം പറയുന്നുണ്ട്. പല പ്രാവശ്യം അവിടെ കൊണ്ടുവിടുകയും ചെയ്തു. പക്ഷേ അവള് ഇവിടുന്ന് പോരാൻ തയ്യാറല്ല എന്ന് പറയാണ്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പം അച്ഛമ്മ ചോദിക്കുകയാണ് സുധാകരൻ മാഷിനോട്, സുധാകര, നീ എന്നിൽ നിന്ന് ഇതെല്ലാം മറച്ചു വെച്ചല്ലേ എന്ന് ചോദിക്കുകയാണ്. കമലയോടും പറയുന്നുണ്ട്, കമലയും പറഞ്ഞില്ലേ ഈ സത്യം? അപ്പോഴേക്കും കമല പറയാണ്, അതമ്മേ, ഞാൻ പറയാതിരുന്നതാ. വിക്രം അങ്ങനെ ഒരു വിവാഹം കഴിച്ച് നിർബന്ധിച്ച് വേദയെ ഇവിടെ കൊണ്ടുവന്നാന്ന് പറഞ്ഞാൽ അമ്മ അത് അംഗീകരിക്കുമെന്ന് അറിയില്ലാത്തത് കൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. അങ്ങനെ സംഭവിച്ചു പോയെങ്കിലും വേദ ഇപ്പം ഈ വീട്ടിലെ മരുമകളാണ്. അവളെ മരുമകളായിട്ട് ഞാൻ അംഗീകരിച്ചു. പിന്നെ വിക്രം അവനും ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടൊക്കെയുണ്ട്. പക്ഷെ ഒരു പൊരുത്തക്കേടൊക്കെ ഉണ്ടെന്നുള്ളത് സത്യമാണ്. വേദയും ഈ വീട്ടിലെ മരുമകളായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇനി അവരുടെ ആ പൊരുത്തക്കേടൊക്കെ മാറിയൊന്ന് ഒന്നായാൽ മാത്രം മതി എന്ന് പറയാം. അപ്പം മുത്തശ്ശിയോട് പറയാണ് അച്ഛമ്മ, അതെ, വേദയുടെ മുത്തശ്ശി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഇപ്പം കുട്ടികൾ തമ്മിലൊരു അകൽച്ചയൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മാറും. ഈ യാത്രയോട് കൂടിയൊക്കെ അവർ തമ്മിലുള്ള അകൽച്ചയും പിണക്കമൊക്കെ മാറ്റും ഞാൻ. അവരൊന്നാകും. അതിനുള്ളൊരു സാഹചര്യമൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ? സന്തോഷമായിട്ട് മുത്തശ്ശി പോയിക്കോളൂ, ഞങ്ങൾ ഈ യാത്ര കഴിഞ്ഞിട്ട് വരാം എന്ന് പറയണം. അങ്ങനെ വേദയുടെ മുത്തശ്ശി അവിടെ നിന്ന് പോവാണ് കേട്ടോ. അങ്ങനെ സത്യങ്ങളൊക്കെ അറിഞ്ഞെങ്കിലും അച്ചമ്മ അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും തയ്യാറാവുന്നില്ല. വേദയോട് ചോദിക്കുക, മോളെ വേദേ, നിനക്ക് ഇവനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുക. അപ്പം വേദ പറയുന്നുണ്ട്, എനിക്കിഷ്ടമാണ്, എൻ്റെ ഭർത്താവായിട്ട് ഞാൻ അംഗീകരിക്കുകയും ചെയ്തു. ഇനിയിപ്പം ഇറങ്ങിപ്പോവാൻ പറഞ്ഞാലും ഞാൻ പോവില്ല എന്ന് പറയാം. അപ്പം മുത്തശ്ശി പറയാനാ, അതാണ് വേണ്ട മോളെ, അങ്ങനെ തന്നെ കട്ടയ്ക്ക് നീ നിന്നോണം. ഇവനെ വരച്ച വരയിൽ നിർത്താൻ ഞാൻ പഠിപ്പിക്കാൻ നിന്നെ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ എല്ലാവരും കൂടി വണ്ടിയിൽ കയറുകയാണ്. വണ്ടിയിൽ കയറി ഇരിക്കുകയാണ്. ഇരിക്കുമ്പം വേദ ശ്രീജയുടെ അടുത്താണ് കേട്ടോ ഇരിക്കുന്നത്. വിക്രമാണെങ്കിൽ വേറൊരു സീറ്റിലും. ഉടനെ തന്നെ മുത്തശ്ശി എല്ലാവരെയും ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്, ആഹാ, പുതുപ്പെണ്ണ് ഒറ്റയ്ക്കാണോ ഇരിക്കുന്നത്? ശ്രീജയെ, നിനക്ക് നിന്റെ ഭർത്താവിൻ്റെ കൂടെ പോയി ഇരിക്കാമല്ലേ? വേദ വിക്രത്തിൻ്റെ കൂടെ ഇരിക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ ശ്രീജ എണീറ്റിട്ട് പോയി വിഷുവിൻ്റെ അടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഉടനെ വിക്രത്തിനോട് പറയാണ്, എടാ, നീ വന്ന് വേദയുടെ അടുത്തിരുന്നേ. അപ്പോൾ വിക്രം പറയാണ്, അതൊന്നും വേണ്ട, സീറ്റുണ്ടല്ലോ, ഞാനിവിടെ ഇരുന്നോളാം. അപ്പം ഉടനെ മുത്തശ്ശി പറയാണ്, നിന്നോട് ഞാനാ പറഞ്ഞത് വന്ന് അവളുടെ അടുത്തിരിക്കാൻ. അപ്പോൾ വേദ പറയാണ്, വേണ്ട മുത്തശ്ശി, ഞാൻ പോയി ആ വിക്രത്തിൻ്റെ അടുത്തിരുന്നോളാം എന്ന് പറയാം. അങ്ങനെ വേദ അവിടെ നിന്ന് എണീറ്റിട്ട് വിക്രത്തിൻ്റെ അടുത്ത് പോയിരിക്കുകയാണ്. ഇതൊന്നും നന്ദിനിക്ക് അത്ര പിടിക്കുന്നൊന്നുമില്ല ഇങ്ങനെ കാണുമ്പം. സുധാകരൻ മാഷിന് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. സുധാകരൻ മാഷിനെ പേടിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ കമല ഒന്ന് ചിരിക്കുന്നത് പോലും. അങ്ങനെ യാത്ര ചെയ്യുമ്പം മുത്തശ്ശി പറയാണ്, ഇതെന്താ ഒരു പാട്ട് പോലും ഇടാത്തത്? നല്ലൊരു അടിപൊളി പാട്ടിട്ടേടാ, പിള്ളേരൊക്കെ ഒന്ന് എൻജോയ് ചെയ്യട്ടെ എന്ന് പറയാണ്. അങ്ങനെ പാട്ടൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഡാൻസ് കളിക്കാൻ പറയാം മുത്തശ്ശി. അപ്പോൾ എല്ലാവരും അങ്ങ് എൻജോയ് ചെയ്യുമ്പോൾ സുധാകരൻ മാഷി പറയാം, എന്തിനാ ഈ പാട്ടൊക്കെ ഇടുന്നത്? ഒരു നല്ല ഭക്തിഗാനോ എന്തെങ്കിലും ഇട്ടങ്ങ് പോയാൽ പോരെ? ഈ അടിപൊളി പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ചെയ്ത്
അപ്പം മുത്തശ്ശി പറയാണ്, നീ ഇത്ര അരസികനായി പോയല്ലോ എൻ്റെ സുധാകര. ഇങ്ങനെയൊക്കെയാണോ ഒരു യാത്ര പോകുമ്പം കുട്ടികളൊക്കെ എൻജോയ് ചെയ്യണ്ടേ? അവർ ആസ്വദിക്കട്ടെ അവരുടെ ജീവിതം. ഇനിയിപ്പോൾ എന്ന് ആസ്വദിക്കാനാ എന്നൊക്കെ അച്ഛമ്മയും പറയാണ് കേട്ടോ. അപ്പോഴേക്കും ഉടനെ തന്നെ സുധാകരൻ മാഷ് ഒന്നും മിണ്ടാതിരിക്കുകയാണ്. നല്ല അടിപൊളി പാട്ടിട്ടിട്ട് വിക്രവും വേദയും എല്ലാവരും കൂടി വണ്ടിക്കകത്ത് കിടന്ന് അച്ചമ്മ ഉൾപ്പെടെ ഡാൻസാണ് കേട്ടോ. അപ്പോഴേക്കും സുധാകരൻ മാഷ് ഇങ്ങനെ നോക്കുമ്പം കമലയും പതുക്കെ ഒന്ന് ഡാൻസൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പം സുധാകരൻ മാഷ് ഒന്ന് കമലയെ തുറിച്ച് നോക്കുന്നുണ്ട്. അപ്പം കമല അവിടെ അടങ്ങി അങ്ങിരിക്കുകയാണ്. അങ്ങനെ അടിപൊളിയായിട്ട് യാത്ര പോയിട്ട് അവിടെ ഒരു ക്ഷേത്രത്തിൽ എത്തുകയാണ് കേട്ടോ. അവിടെ എത്തുമ്പം കുറേ ആളുകൾ വന്നിട്ട് അച്ചമ്മയെ സ്വീകരിക്കുകയൊക്കെ ചെയ്യാണ്. ഇതാണോ അമ്മിണി അച്ചമ്മയുടെ മക്കൾ എന്നൊക്കെ ചോദിക്കുക. അപ്പം പറയാണ്, ഇതാണ് എൻ്റെ മക്കളും അതുപോലെ കൊച്ചുമക്കളും ഒക്കെ എന്ന് പറയാണ്. ഇവിടെ ഞങ്ങൾ സ്ഥിരം വരാറുള്ളതല്ലേ, ഇപ്രാവശ്യം വന്നതിനൊരു കാരണമുണ്ട്. ഇത് വിക്രവും ഇത് വേദയും ഇവർ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ. അവർക്ക് ഈ അമ്പലത്തിൽ താലി കിട്ടി മാല ഇടേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് വന്നതാന്ന് പറയാണ്. അപ്പോഴേക്ക് സുധാകരൻ മാഷ് പറയാ, എന്തിന് അങ്ങനെ ഒരു ചടങ്ങിൻ്റെ ആവശ്യമുണ്ടോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, അതെന്താ സുധാകര, നിങ്ങൾ വിവാഹം കഴിഞ്ഞും ഇവിടെ വന്ന് മാല ഇട്ടതല്ലേ? അതുപോലെ തന്നെ മറ്റുള്ളവരും ശ്രീജയും വിഷുവും അതുപോലെ നന്ദിനിയും വിനായകനും ഒക്കെ ഇവിടെ വന്ന് മാല ഇട്ടതാ. പിന്നെ വിക്രത്തിനും വേദയ്ക്കും എന്താ പ്രത്യേകത? അവരും മാല ഇടണം, അതെൻ്റെ തീരുമാനമാണെന്ന് പറയാണ്. അങ്ങനെ അമ്പലത്തിൽ വെച്ചിട്ട് അത് പരസ്പരം മാലയൊക്കെ ഇടുകയാണ്. വേദയോട് പറയുന്നുണ്ട്, മോളെ നീ വിക്രത്തിന് മാലയിട്ട് കൊടുക്ക്. അപ്പോൾ പെട്ടെന്ന് കേൾക്കേണ്ട താമസം വേദ മാല ഇടുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രത്തിനോട് പറയാം. വിക്രം ഒരു മടുപ്പിലൊക്കെ നിന്ന് കൊടുക്കുകയും മാല ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അമ്പലത്തിൽ കൈ കൂപ്പി നിന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുക. അതിനുശേഷം അവരങ്ങോട്ട് പോയിട്ട് ഒരു സ്ഥലത്തിരുന്ന് എല്ലാവരും കൂടെ സന്തോഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് സമയം വിശ്രമിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുക. വിശ്രമിക്കാൻ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ആ സമയം പാട്ടൊക്കെ വച്ചിട്ട് പറയാണ് കേട്ടോ അച്ചമ്മ, എല്ലാവർക്കും ഡാൻസ് ചെയ്യാതെ കപ്പിൾ ഡാൻസ് ആയിക്കോട്ടെ എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും ഡാൻസ് ചെയ്യാണ്. വിക്രവും വേദിയും കൂടെ കൈ പിടിച്ച് കളിക്കുന്നു. വിഷുവും അതുപോലെ തന്നെ ശ്രീജയും നന്ദിനിയും വിനായകനും എല്ലാവരും കളിക്കുക. അവസാനം മാഷിൻ്റെ കൈയും കൂടെ പിടിച്ചിട്ട് കമലയും ഡാൻസ് കളിക്കുക. അങ്ങനെ എല്ലാവരും കൂടെ ഒരു അടിച്ചുപൊളി സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ. വേദയ്ക്കാണെങ്കിൽ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമാവുകയാണ്. മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ട് വേദ അതിനെ കരുതുകയാണ് കേട്ടോ. അങ്ങനെ അടിച്ചു പൊളിച്ച് ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് മുത്തശ്ശിയുടെ തറവാട്ടിലേക്ക് ചെല്ലുകയാണ്. ആ തറവാട്ടിലേക്ക് ചെന്ന് കയറാൻ പോകുമ്പോഴേക്കും അച്ചമ്മ പറയാണ്, അവിടെ നിൽക്ക്, ആരും കയറരുത് എന്ന് പറയാണ്. അപ്പോഴേക്കും സുധാകരൻ മാഷ് ചോദിക്കുന്നുണ്ട്, അതെന്താമേ ഇനി കയറാൻ മേലെ അകത്തോട്ട്, അതവിടെ നിൽക്ക് എന്ന് പറയാണ്. എന്നിട്ട് അച്ചമ്മയെ സഹായിക്കാൻ നിൽക്കുന്ന ഒരു കുട്ടിയെ വിളിക്കുക. എന്നിട്ട് പറയാ, ആ വിളക്കും കിണ്ടിയും വെള്ളമൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോവാ, പുതുപ്പെണ്ണും ചെറുക്കനും അല്ലേ വന്നിരിക്കുന്നത്, അവരെ സ്വീകരിച്ച ആരതി ഒഴിഞ്ഞകത്തേക്ക് കയറ്റണം എന്ന് പറയാണ്. അങ്ങനെ ആ കുട്ടി കിണ്ടിയും വെള്ളവും കൊണ്ടുവരികയാണ്. കിണ്ടിയും വെള്ളവും കൊണ്ടുവരുമ്പോഴേക്കും നമ്മുടെ നന്ദിനിയുടെ കയ്യിലേക്ക് അത് കൊടുത്തിട്ട് പറയാണ് അച്ചമ്മ, നന്ദിനി നീ വേദയുടെ കാല് കഴുകി, അവൾ പുതുപ്പെണ്ണ, എന്നിട്ട് വിവാഹം കഴിഞ്ഞ് വന്നതുപോലെ വലത് കാല് വെച്ച് കയറട്ടെ എന്ന് പറയാണ്. അങ്ങനെ ഇഷ്ടമില്ലാതെ തന്നെ നന്ദിനി വേദയുടെ കാലൊക്കെ കഴുകി കൊടുക്കുക. എന്നിട്ട് വലത് കാല് വെച്ച് സ്വീകരിക്കുകയാണ്. ആരതിയൊക്കെ ഒഴിഞ്ഞിട്ട് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവാണ്. സുധാകരൻ മാഷിന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതേസമയം ബാക്കിയുള്ളവർക്കെല്ലാം സന്തോഷമാകുന്നുണ്ട് കേട്ടോ. നന്ദിനിക്കും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അകത്ത് കയറി വിളക്കൊക്കെ കൊണ്ടുവന്ന് പൂജാമുറിയിൽ വയ്ക്കാൻ പറയുകയാണ് വേദയോട്. അങ്ങനെ വേദ വിളക്ക് കൊണ്ടുവന്ന് പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വിക്രവുമായിട്ട്. എന്നിട്ട് ഒന്നിച്ച് നിന്ന് വിളക്ക് അരിയൊക്കെ നിറയ്ക്കാൻ പറയാം, പറ നിറയ്ക്കാൻ. അപ്പം പറ നിറയ്ക്കാൻ പറയുമ്പോഴേക്കും വേദ പറയൊക്കെ നിറയ്ക്കുന്നുണ്ട്. വിക്രം അതിലൊന്നും കൂടുന്നില്ല കേട്ടോ. അപ്പം മുത്തശ്ശി ചോദിക്കുക, എടാ എന്താടാ നീ അതിൽ കൂടാത്തത്? നിന്റെ ഭാര്യയല്ലേ അവള്, നീ കഴുത്തി താലി കെട്ടിയതല്ലേ അവളുടെ, അവള് പറ നിറയ്ക്കുന്നത് നീ കണ്ടില്ലേ? ആ കൂടെ കൂടി നീ ചെയ്യണം, രണ്ടുപേരും കൂടെ ചേർന്ന് വേണം പറ നിറയ്ക്കാൻ എന്ന് പറയാണ്. അങ്ങനെ വിക്രവും ആ കൂടെ കൂടി പറ നിറയ്ക്കുകയാണ്. എന്നിട്ട് ഒരുമിച്ച് പൂജാമുറിയിലെ വിളക്ക് തെളിയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അച്ചമ്മ പറയാണ്, ഇനി ഒരു ചടങ്ങ് കൂടിയുണ്ട്, പോകാൻ വരട്ടെ, സുധാകര നീ ഇവിടെ നിൽക്ക് എന്ന് പറയുക. എന്നിട്ട് അവരെ വിക്രത്തിനെയും വേദയും അവിടെ ഇരുത്തുകയാണ്. ഇരുത്തിയിട്ട് പാലും പഴവും കൊണ്ടുവരാൻ പറയുകയാണ് കേട്ടോ ശ്രീജയോട്. ശ്രീജയാണെ അകത്തൊക്കെ പോയി പാലും പഴവും ഒക്കെ എടുത്തോട്ട് വരുന്നുണ്ട്. എന്നിട്ട് മധുരം കൊടുക്കുന്ന ചടങ്ങാണിത്, ആദ്യം ഇത് ചെയ്യേണ്ടത് സുധാകരനാണ് എന്ന് പറയാണ്.
അപ്പോൾ സുധാരൻ പറയുന്നുണ്ട്, എനിക്ക് പറ്റത്തൊന്നുമില്ല, ഇതിപ്പോൾ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അമ്മ എന്ത് വിചാരിച്ചാ? അവർ മനസ്സറിവോടെ വിവാഹം കഴിച്ചവരല്ല. അവളുടെ വീട്ടുകാരിത് അംഗീകരിച്ചിട്ടുമില്ല. പിന്നെ അങ്ങനെയുള്ളപ്പം ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അച്ഛമ്മ പറയാണ്, നീ മിണ്ടാതിരിക്കും സുധാര. ആരംഗീകരിച്ചില്ലെന്നാണ്? പെൺകുട്ടി അംഗീകരിച്ചു, ചെറുക്കനും അംഗീകരിച്ചു. നമ്മുടെ മകൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി തന്നെയല്ലേ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ അവൾ അവനെ ഭർത്താവായിട്ടും അംഗീകരിച്ചു. ഇനി വേറെ ആരുടെ അംഗീകാരമാണ് നിനക്ക് വേണ്ടത്? അപ്പോൾ സുധാര മാഷ് പറയുന്നുണ്ട്, എന്നെ ഇതിനൊന്നും കിട്ടില്ല, ഞാൻ പാലും പഴവും കൊടുക്കാനൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ അച്ഛമ്മ പറയാണ്, എടാ നിന്റെ മകൻ തന്നെയല്ലേ ഇവൻ, അവൻ്റെ ഭാര്യയല്ലേ ഇവള്. അവർ രണ്ടും വിവാഹം കഴിച്ചു വരുമ്പം നീ അല്ലാതെ പിന്നെ ആര് പാലും പഴവും കൊടുക്കും? പാലും പഴവും കൊടുക്കടാന്ന് പറയാണ്. അങ്ങനെ സുധാകരൻ മാഷും മധുരം കൊടുക്കുകയാണ് കേട്ടോ, വിക്രത്തിനും വേദയ്ക്കും. പിന്നെ ഓരോരുത്തരായിട്ട് കൊടുക്കുകയാണ് അച്ഛമ്മയും മധുരം കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കമലയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്, വേദയ്ക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കുക. പിന്നെ ഭക്ഷണമൊക്കെ വിളമ്പിയിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും തറവാട്ടിൽ ഭക്ഷണം കഴിക്കാനിരിക്കുക. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പം ശ്രീജയാണ് എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ വിക്രം ഇരിക്കുമ്പോഴേക്കും വേദ വിളമ്പാനൊക്കെ തുടങ്ങുമ്പം അച്ചമ്മ പറയാണ്, മോളെ വേദേ, നീ അവൻ്റെ അടുത്തോട്ടിരുന്നേ, രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചേ, ഒരേ ഇലയിൽ നിന്ന് കഴിച്ചാൽ മതി എന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്തിനാ ഈ ഒരേ ഇലയിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടത്, അതൊന്നും വേണ്ട എന്ന് പറയാണ്. അപ്പോൾ വേദ ഉടനെ അറിയാം, അച്ചമ്മേ ദേ ഈ വിക്രം സമ്മതിക്കുന്നില്ല ഒരേ ഇലയിൽ നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ട്. അതെന്താടാ, നിൻ്റെ ഭാര്യയല്ലേടാ, കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വരുമ്പം ഒരേ ഇലയിൽ നിന്ന് കഴിച്ചെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, അങ്ങ് വിളമ്പി കൊടുക്ക് ശ്രീജെ എന്ന് പറയുക. അങ്ങനെ ശ്രീജ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. വിക്രവും വേദയും കൂടെ ഭക്ഷണം കഴിക്കുക. അപ്പോൾ വിക്രത്തിനോട് പറയുന്നുണ്ട്, എടാ ഒരു ചോറെടുത്ത് ഉരുട്ടി വേദയുടെ വായി വെച്ച് കൊടുക്കുക. അപ്പോൾ വിക്രം ഇങ്ങനെ മടിച്ചിരിക്കുക. മോളെ നീയും കൊടുക്കെന്ന് പറയുക. അത് കേൾക്കേണ്ട താമസം വേദയാണെങ്കിൽ ചോറൊക്കെ ഉരുട്ടി വിക്രത്തിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് വാ പൊടിച്ചിങ്ങനെ ഇരിക്കുക, എനിക്കും താന്നും പറഞ്ഞ്. അങ്ങനെ വിക്രവും ഒരു ഉരുള ചോറ് ഉരുട്ടി വേദയുടെ വായിലും വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണമൊക്കെ കൊടുത്ത് ഭയങ്കര സന്തോഷത്തോടെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരികയാണ് കേട്ടോ. അപ്പോഴേക്കും പറയുന്നുണ്ട് അച്ചമ്മ വേദയോട്, മോളെ നിൻ്റെ മുത്തശ്ശനൊരു നല്ല വേട്ടക്കാരനായിരുന്നു, ഞങ്ങൾ നല്ല സന്തോഷത്തോടെ ഇവിടെ ജീവിച്ചത്, പാവം അദ്ദേഹം പെട്ടെന്ന് തന്നെ അങ്ങ് പോയി എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ്റെ ഫോട്ടോ കാണിച്ചിട്ടൊക്കെ അച്ചമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ ശേഷം പറയുന്നുണ്ട്, നിങ്ങളുടെ ആദ്യ രാത്രി ഇവിടെ വെച്ച് തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുക. ഇതുവരെ അങ്ങനെ ഒരു സംഗതിയൊന്നും നടന്നിട്ടില്ലല്ലോ, അതിവിടെ വെച്ചായിക്കോട്ടെ. നിങ്ങൾ രണ്ടുപേരും ഒരു മുറിയിൽ ഒരു കട്ടിലിൽ കിടക്കണം. ദേ അച്ഛമ്മയുടെയും മുത്തശ്ശൻ്റെയും മുറിയുണ്ട് ഇവിടെ അച്ഛൻ്റെ മുകളിൽ, അവിടെ വച്ചിട്ടായിരുന്നു ഞങ്ങളുടെ ആദ്യ രാത്രി. ഞങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും അതുപോലെ എല്ലാവരുടെയും ഈ കുടുംബത്തിലെ അങ്ങനെ തന്നെയായിരുന്നു. അവിടെ ഒരു പഴയ കട്ടിലും ഉണ്ട്. ഞങ്ങളുടെ ആദ്യ രാത്രി നടന്നപ്പം ആ കട്ടിലാണ് ഞങ്ങൾ കിടന്നത്, അതിൽ വേണം നിങ്ങളും കിടക്കാൻ, മച്ചിൻ്റെ മുകളിലാണ്. അപ്പോഴേക്കും ഉടനെ വിക്രം പറയാണ്, മച്ചിൻ്റെ മുകളിലോ? അതൊന്നും പറ്റില്ല, അതെന്തിനാ മച്ചിൻ്റെ മുകളിൽ പോയി കിടക്കുന്നേ? അവിടെയാ വേണ്ടത്, അവിടെ തന്നെ അത് നടക്കും എന്ന് പറയാണ്. ഇത്രയും ചെറിയ കട്ടിലി രണ്ടുപേരെ എങ്ങനെ കിടക്കാനും അച്ചമ്മ എന്ന് ചോദിക്കുക വിക്രം. അപ്പോഴേക്കും പറയുന്നുണ്ട് അച്ചമ്മ, എടാ അതിലാ ഞങ്ങൾ കിടന്നത്, അതുപോലെ കിടക്കണം. ചെറിയ കട്ടിലാവും രണ്ടു പേർക്കും കൂടെ ചേർന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാം. വലിയ കട്ടിലാവുമ്പോൾ അകന്നല്ലേ കിടക്കുള്ളൂ. അപ്പോൾ ആദ്യ രാത്രി ആഘോഷിക്കാൻ നല്ലത് ഈ ചെറിയ കട്ടില. നിന്റെ മുത്തശ്ശനും ഞാനും ഈ കട്ടിലാണ് കിടന്നത്. അപ്പോൾ വിക്രം പറയാണ്, നാശം പിടിക്കാൻ എന്ത് ചെയ്യാം, ഈ തള്ളയെക്കൊണ്ട് മടുത്തു പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. വേദയാണെ ആകപ്പാടെ നാണം കുണിങ്ങിയ പോലെ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് മണിയറിയെല്ലാം നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ ഇട്ടിരിക്കുകയാണ് അച്ചമ്മ. അത് കഴിയുമ്പം പാലും പഴവും ഒക്കെ കൊടുത്തിട്ട് വിടുകയാണ്. എന്നിട്ട് എല്ലാവരും കൂടി അവളെ കൊണ്ട് മണിയറയിലേക്ക് വിടുന്ന പറയുക. അപ്പോൾ ശ്രീജയും കമലയും എല്ലാം കൊണ്ട് കേട്ടോ. അതേസമയം നന്ദിനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യവും ഒക്കെ വരികയാണ്. നാശം പിടിക്കാൻ വേറെ ഒരു ആദ്യ രാത്രി, ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. ഇതുകൂടെ കഴിഞ്ഞാൽ പിന്നെ ഇവൾ ആ കുടുംബത്തിൽ നിന്ന് പോവില്ല. അവിടുത്തെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മരുമകളായിട്ട് ഇവൾ അവിടെ കാണും. നാശം പിടിക്കാൻ എന്നൊക്കെ പറഞ്ഞ് മനസ്സുള്ളതാണ് കേട്ടോ നന്ദിനിയും കൂടുന്നത്. അങ്ങനെ വേദയെ പാലും ഒക്കെ ആയിട്ട് മണിയറയിലേക്ക് കയറ്റി വിടുക. എന്നിട്ട് അച്ചമ്മ പറയുന്നുണ്ട്, വിക്രം എടാ ഞാനിവിടെ പുറത്ത് തന്നെയുണ്ട്, മച്ചിന് വെളിയിൽ. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ മോളെ വേദേ നീ എന്നെ വിളിച്ചാൽ മതി കേട്ടോ, ഞാൻ അങ്ങോട്ട് കയറി വന്നോളാം എന്ന് പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ശരി മുത്തശ്ശി ഞാൻ വിളിച്ചോളാം എന്ന് പറയാണ്. എന്നിട്ട് വാതിലൊക്കെ അടച്ച് കിടന്നോ എന്ന് പറഞ്ഞ് മുത്തശ്ശി വെളിയിലിരിക്കുക.
അപ്പോൾ വിക്രമാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ റൂമിൽ കൂടെ നടക്കുമ്പോഴാണ് വേദ പാലുമായിട്ട് വരുന്നത്. എന്നിട്ട് വേദ പറയാണ്, അതേ വിക്രമേട്ടാ, ഇന്ന് നമ്മുടെ ആദ്യ രാത്രി ഒരുക്കിയിരിക്കുകയാണ് അച്ചമ്മ ഇങ്ങനെ അച്ഛൻ്റെ മുകളിൽ ആദ്യ രാത്രി ഒരുക്കിയപ്പോഴേ നമ്മളായിട്ട് തന്നെ നമ്മുടെ ജീവിതം അങ്ങ് തുടങ്ങാം. അച്ചമ്മയായിട്ട് നമുക്ക് അതിനൊരു അവസരം ഉണ്ടാക്കി തന്നിരിക്കുകയല്ലേ. അപ്പം ഇന്ന് മുതൽ നമ്മൾ ഒരുമിച്ചൊരു ജീവിതം അങ്ങ് തുടങ്ങാം എന്ന് പറയുമ്പം വിക്രം പറയാണ്, പോടി നീ വേറെ വല്ല പണിയും നോക്കി, ഈ റൂമിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടോ? പിന്നെ ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകരുതെന്ന് അച്ചമ്മ പറഞ്ഞിരിക്കുന്നത്, പിന്നെ ഞാനെങ്ങനെ ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്? അതൊന്നും ഇല്ല എന്ന് പറയാണ്. എന്നിട്ട് പാലൊക്കെ കൊടുത്തിട്ട് പറയാം, ഈ പാലൊന്നും കുടിച്ച് എനിക്ക് പറ്റില്ല, ഞാൻ രാത്രി പാലൊന്നും കുടിക്കാറില്ല എന്ന് വിക്രം പറയാ. അപ്പോൾ വേദ പറയാ, അച്ചമ്മേ ഈ വിക്രം. അപ്പോൾ പറയാ, മിണ്ടാതടി എന്ന് പറയും, ഞാൻ കുടിച്ചോളാം പാല് എന്ന് പറഞ്ഞിട്ട് കുടിക്കുകയാണ് കേട്ടോ. അതേസമയം പിന്നെ എന്തോ പറയുമ്പം കട്ടിൽ കിടക്കാൻ ചെല്ലുമ്പം വേദയോട് പറയാണ്, നീ ഈ കട്ടിൽ കിടക്കണ്ട, നീ നിലത്തിറങ്ങി കിടക്കാൻ പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അച്ചമ്മ എന്നോട് പറഞ്ഞത് ഈ കട്ടിലിൽ കിടക്കാനാ, എന്നിട്ട് പിന്നെ ഞാൻ നിലത്തിറങ്ങി കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വിക്രം പറയാണ്, അങ്ങനെ വേണ്ട, ഞാൻ കട്ടിലിൽ കിടന്നോളാം, നീ നിലത്തിറങ്ങി കിടന്നാൽ മതി, 2 പേർക്ക് കിടക്കാനുള്ള സ്ഥലമൊന്നും ഈ കട്ടിലില്ല. അപ്പം വേദ അവിടെ നിന്നിട്ട് വിളിക്കുകയാണ്, അച്ചമ്മേ ഈ വിക്രമേട്ടൻ കട്ടിലിൽ കിടക്കാൻ എന്നെ അനുവദിക്കുന്നില്ലെന്നേ. അപ്പോൾ അച്ചമ്മ ഉടനെ വാക്ക് വന്നിട്ട് പറയാണ്, എന്താടാ വിക്രം, നീ എന്താ ഈ കാണിക്കുന്നത്? അവൾ നിൻ്റെ കൂടെ കട്ടിലല്ലേ കിടക്കേണ്ടത്, പിന്നെ നീ എന്താ അവളെ കിടത്താത്തെ? ഞാൻ അങ്ങോട്ട് കയറി വരണോടാ. അപ്പോൾ വിക്രം പറയണം, അയ്യോ വേണ്ടേ, അവൾ കിടന്നോട്ടെ എന്നിങ്ങനെ പറയണം. അതിനുശേഷം കിടക്കാൻ പോകുമ്പോഴേക്കും വേദയോട് പറയുന്നുണ്ട്, ആഹാ നീ കട്ടിലാണ് കിടക്കുന്നത്, എന്നാൽ ഞാനും കാണിച്ചു തരാടി എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തേക്കൊക്കെ കിടക്കാൻ ചെല്ലുമ്പം വേദ പറയുന്നുണ്ട്, തൽക്കാലം ഇപ്പം കട്ടിലിൽ കിടന്നു, ഞാൻ തറയിൽ തന്നെ കിടന്നോളാം എന്ന് പറയാം. അങ്ങനെ വിക്രം കട്ടിലും വേദ തറയിലും ഒക്കെ കിടന്ന് അങ്ങ് ആദ്യ രാത്രി കഴിച്ചു കൂട്ടുക. അതിൻ്റെ ഇടയിൽ കുറേ രസങ്ങളും ഉണ്ട്. അച്ചമ്മയാണെങ്കിൽ പുറത്ത് കാവൽ കിടക്കുകയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം പിറ്റേ ദിവസം രാവിലെ ആവുമ്പം വിക്രം ഉണരുന്നതിന് മുമ്പ് വേദ ഉണർന്നിരിക്കുകയാണ്. എന്നിട്ട് പുറത്തിറങ്ങാതെ അതിലെ ഇങ്ങനെ മുറിയിൽ കൂടെ തന്നെ നടക്കുക. എന്നിട്ട് വിക്രം അന്നേരം ചോദിക്കുന്നുണ്ട്, നീ എണീറ്റെങ്കിൽ നിനക്ക് പുറത്തിറങ്ങി പോയിക്കൂടെ? ആഹാ അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ? നമ്മുടെ ആദ്യ രാത്രി അല്ലായിരുന്നു, ആദ്യ രാത്രി കഴിഞ്ഞൊന്ന് അച്ചമ്മയ്ക്ക് തോന്നണ്ടേ, അതിനെന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്ന് പറയാണ്. എന്നിട്ട് വേദ പതുക്കെ തലയിലെ മുല്ലപ്പൂവൊക്കെ അഴിച്ചിടുകയാണ് കേട്ടോ. എന്നിട്ട് പൊട്ടൊക്കെ ഇങ്ങനെ അഴിച്ചിടുമ്പം വിക്രം പറയുന്നുണ്ട്, നീ അവിടെ നിന്നേ. എന്നിട്ട് പൊട്ടൊക്കെ ഇങ്ങനെ മായ്ച്ചൊക്കെ കൊടുക്കുകയാണ് വിക്രം. അപ്പോൾ പറയണം, ആഹാ കൊള്ളാലോ, ഇതൊക്കെ വിക്രത്തിന് അറിയായിരുന്നു. ഇതൊക്കെ എല്ലാ സിനിമയിലും കാണുന്നല്ലേ, അതുപോലെ അങ്ങ് കാണിച്ചെന്നേ ഉള്ളൂ. ശരി എന്നൊക്കെ പറഞ്ഞ് ആകെപ്പാടെ അലിഞ്ഞുലഞ്ഞ പോലെ ഇറങ്ങി ചെല്ലുകയാണ് വേദ. അപ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ എങ്ങനെയുണ്ടായിരുന്നു ആദ്യ രാത്രി? അപ്പോൾ വേദ ഇങ്ങനെ നാണം കുനിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ്, അച്ചമ്മേ ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നാണത്തോടെ പോവുക. അപ്പോൾ അച്ചമ്മ കമലയോട് പറയാം, കണ്ടോ അവരെ ഒരു മുറി കിടത്തിയതിനെ കാണാനുണ്ട്, ഇന്നലെ അവരുടെ ആദ്യ രാത്രി നല്ല അടിച്ചു പൊളിച്ചാന്നാ തോന്നുന്നേ എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി എപ്പിസോഡുകളാണ് അടുത്ത ആഴ്ച നമുക്ക് വരാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്